ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ രാമോജി ഫിലിം സിറ്റിയിൽ യൂറോപ്യൻ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈവ് ഷോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്നത് സിനിമയിൽ എങ്ങനെയാണ് VFX ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കുന്ന ചെറിയൊരു ഡെമോ സെഷൻ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് അവതാർ മൂവിയിലൊക്കെ ഒബ്ജക്ട്സ് ഒക്കെ എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള ഒരു പോർഷനായിരുന്നു. ഇവിടെ ഈ സ്ക്രീനിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇവിടെ ഒരാള് അയാളുടെ ദേഹത്ത് ഒരുപാട് ക്യാമറകളും സെൻസറുകളും ഒക്കെ വെച്ചിട്ട് അയാൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ കണ്ടില്ലേ, ആ ക്യാരക്ടറും അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് ഒരു വിർച്വൽ റിയാലിറ്റി പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ലണ്ടനിൽ എത്തിയ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഹായ് പറയുമ്പോൾ നമ്മളെ സ്ക്രീനിൽ നമ്മളിങ്ങനെ വരും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ലണ്ടൻ ബ്രിഡ്ജും ലണ്ടൻ ഐയും ഒക്കെ. അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ഈ ലണ്ടൻ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് നേരെ പോയപ്പോൾ അവിടെ ഹോസ്പിറ്റൽ കണ്ടു. സിനിമയിലൊക്കെ ഹോസ്പിറ്റലൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ നമ്മൾ നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടം സിനിമയിലൊക്കെ എയർപോർട്ട് ഷൂട്ട് ചെയ്തിരുന്നത് ഈ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ കയറി നമ്മൾ മെല്ലെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുമ്പോൾ പറയാം, ഏകദേശം ഒരു ഫ്ലൈറ്റിൻ്റെ അതേ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ ആ സീറ്റായാലും പിന്നെ അതിൻ്റെ ഉള്ളിലെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ആയാലും എല്ലാം ഒരു ഫ്ലൈറ്റ് പോലെ തന്നെ ആയിരുന്നു. ഒരു ടി വി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ കണ്ട് നമ്മൾ നേരെ എത്തിയത്, നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ ജയ്പൂരിലുള്ള ഹവാമഹൽ, ആ ഹവാമഹലിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ബസ് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഫിലിം സിറ്റിയുടെ മുഴുവൻ വ്യൂവും നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അപ്പോഴേക്കും നട്ടുച്ചയായിരുന്നു. വെയിൽ, ഞാൻ വീണ്ടും പറയാണ്, പക്ഷെ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനത്തെ വെയിലായിരുന്നു ഇവിടെ സൈഡിലായിട്ട് ജയ്പൂരി നർത്തകരായിട്ടുള്ള 2 പേര്. അവർ ഒറിജിനൽ ഡാൻസേഴ്സ് ആയിരിക്കില്ല, ഇതിനു വേണ്ടി വേഷം കെട്ടിയിരിക്കുന്ന ആൾക്കാരും ആയിരിക്കാം, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് ജപ്പാനീസ് ഗാർഡൻ. സിനിമയിൽ ജപ്പാനോ തായ്ലൻഡോ ചൈനയൊക്കെ വേണമെങ്കിൽ അവിടെ എടുക്കും. ഈ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ഷൂട്ടിങ്. പിന്നെ നമ്മൾ നേരെ പോയത് ബട്ടർഫ്ലൈ ഗാർഡനിലാണ്. സാധാരണ ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ പോയാൽ ഒരു ബട്ടർഫ്ലൈനെ പോലും കാണാറില്ല. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ പോയത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈസിന്റെ മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന പോലെ ചില പക്ഷികളില്ലേ, കളർഫുൾ ആയിട്ടുള്ള പലതരം പക്ഷികൾ, അവരെ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. എന്നിട്ട് ആ ഫോട്ടോ നമുക്ക് അവിടെ കൗണ്ടറിൽ ചോദിച്ചാൽ അവർ തരും. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ഫോട്ടോയ്ക്ക് 300-400 അങ്ങനെ എന്തോണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല. അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പക്ഷെ വാങ്ങാതെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറിയത് ഈ ബേർഡ്സിന്റെ ഒരു സ്ഥലത്താണ്. സാധാരണ മൃഗശാലയിലൊക്കെ ഉള്ളതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ അരയന്നങ്ങളായിരുന്നു ഇവിടെ അധികം ഉണ്ടായിരുന്നത്. പല ടൈപ്പ്, ലക്ഷങ്ങൾ വില വരുന്ന അരയന്നങ്ങൾ എന്നാണ് അവിടുന്ന് ഗൈഡ് പറഞ്ഞത്. ആ അരയന്നങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയിൽ അവരിങ്ങനെ ഫ്രീ ആയി നടക്കുകയാണ്. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുമാതിരി സ്മെല്ലും ഒക്കെ ആയിരിക്കില്ലേ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല അടിപൊളിയായിട്ട് അവർ ഇത്രയും കാമായിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. പിന്നെ നേരത്തെ കണ്ടതുപോലെ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം.
അവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ എന്ന് ചോദിച്ചു കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ നമ്മുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ആ ടൈമില്. പിന്നെ കണ്ടോ ഇവിടെ തത്തേനെ കണ്ടില്ലേ, ആ തത്തേനൊക്കെ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് വിട്ടിരിക്കുകയാണ്. ഇവരൊന്നും എവിടെയും പാറിപ്പോവില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ മേലെയൊക്കെ നെറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അപ്പൂസ് ഇങ്ങനെ തത്തേനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നേരെ എക്സിറ്റിലേക്ക് ഇങ്ങനെ പോവാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഒട്ടകപ്പക്ഷീനെ കണ്ടു. ഒട്ടകപ്പക്ഷീനെ നമ്മളിങ്ങനെ സാധാരണ കൂടുകളിലല്ലേ കാണാറ്, ഇതൊക്കെ ഫ്രീ ആയി നടക്കുന്നതാണ്. പിന്നെ അവിടെ കുറച്ച് മുട്ടകളും ഒട്ടകപ്പക്ഷിയുടെ വലിയ മുട്ടകളും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഫോട്ടോസ് എല്ലാം വാങ്ങിക്കാനുള്ള ആ ഒരു കൗണ്ടർ. ഇവിടെ കുറച്ച് ബേർഡ്സിന്റെ തീമില് കുറച്ച് ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ പുറത്ത് കടന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൃപാലു കേവ്സിലാണ്. കൃപാലു കേവ്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു നേപ്പാൾ, ചൈന അവിടത്തെ ഒക്കെ പോലെയുള്ള ഒരു ബുദ്ധ വിശ്വാസത്തിലുള്ള ഒരു എന്താ പറയാ ഒരു പ്രാചീന തരത്തിലുള്ള ഒരു ഗുഹ. അവിടെ ഒരുപാട് ബുദ്ധന്റെ അങ്ങനെയെല്ലാം ഓരോ സ്റ്റാച്ചുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരുന്നുണ്ട്, നമുക്ക് കാണാം. കൃപാലു കേവ് നമുക്ക് നേരിട്ട് കാണാം. അവിടെ പോകുന്ന വഴി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് നേരത്തെ കണ്ട പോലെ കുറച്ച് പല ടൈപ്പ് പ്രതിമകളും പിന്നെ ആ കൊടയുടെ രൂപത്തിലുള്ള സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃപാലു കേവിലെത്തി. നമ്മളിവിടെ എത്തിയ സമയത്ത് വേറെ ടൂറിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കയറുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക തരം മ്യൂസിക്കോ എന്തൊക്കെയോ വരുന്നുണ്ട് അവിടുന്ന്. പിന്നെ ഒരു ഇരുട്ടുമാണ്, മൊത്തത്തിൽ ഒരു ഭയഭീതമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇങ്ങനെ കയറി ഈ വീഡിയോയിൽ എങ്ങനെ എത്ര വെളിച്ചം വന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ശരിക്കും അതിനുള്ളിൽ അത്ര വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഓരോ കൊത്തുപണികളും അതും ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പോവാ. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വരും. എനിക്ക് എന്തായാലും പേടി വന്നു കേട്ടോ. ചില സ്ഥലത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി ഓരോന്ന് കാണുമ്പോൾ. കണ്ടില്ല ഇവിടെ ആ ഒരു സന്യാസിമാരുടെ ഒക്കെ ഒരു രൂപമുണ്ട്. അങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. അതാ ഇപ്പൊ ഒരു സംഭവം അത് കണ്ട് ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. സംഭവം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. കാരണം എല്ലാ വഴിയും ഒരുപോലെ ഇരിക്കുകയാണ്. ഏതിൽ കൂടെ വന്നു ഏതിൽ കൂടെ ഇറങ്ങണം എന്നറിയാത്തൊരവസ്ഥ. പിന്നെ അങ്ങനെ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് നടന്നു. കാരണം ഞങ്ങൾ കയറിയ ടൈമിൽ വേറെ ആരും വരുന്നില്ലായിരുന്നു. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് സംഭവം. ഇതാണ് ഞാൻ കണ്ടു പേടിച്ചത്. പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇല്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒറിജിനൽ പാമ്പാടെ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ ഷോ എവരി 1 minute എന്ന്. അതെന്താന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്ത് ഷോ ആണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയപ്പോ അവിടെ ഒരു സ്ക്രീനാണോ എന്താണോ എന്നറിയില്ല, അവിടെ ഒരു ബുദ്ധൻ മാത്രം കണ്ടു. അപ്പൊ പക്ഷെ ഷോ കണ്ടില്ലേ, ഒരു ബുദ്ധനെ മാത്രം കണ്ടു. പക്ഷെ ഷോ എന്താണെന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഞങ്ങൾ പോവാൻ നേരത്ത് അവിടെ സ്ക്രീനിൽ ഒരു തരം വീഡിയോ പ്ലേ ആയി. അതായിരുന്നു അവിടുത്തെ ഷോ. പിന്നെ നമ്മൾ നേരെ പുറത്തൊക്കെ ഇറങ്ങി. അപ്പൊ അവിടെ ഒരുപാട് ബോൺസായി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഇവിടുത്തെ ഒരു മെയിൻ്റെനൻസ്. ഇവർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഞാനും എൻ്റെ അനിയത്തിയും പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലിക്കായി ഈ സംഭവം. നമ്മുടെ അമർ അക്ബർ അന്തോണിയില് മഞ്ഞാട് മാമല എന്ന് പറഞ്ഞാൽ മറ്റേ സോങ്ങില്ലേ, ആ സോങ്ങിലെ ലൊക്കേഷനാണിത്. അവരിന്ന് പല്ലേച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണത്. പിന്നെ അവിടുന്ന് നേരെ വന്നത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നമ്മൾ രാമോജി മൂവി മാജിക്. ഇവിടെയാണ് നമ്മൾ രാവിലെ പറഞ്ഞ ആ ഷോസ് ഒക്കെ നടക്കുന്നത്. ആക്ഷൻ തിയേറ്ററും ഫിലിമി ദുനിയും പിന്നെ നമ്മുടെ സ്പേസ് യാത്രയും, അങ്ങനെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഇതാണ് ആക്ഷൻ തിയേറ്ററിൽ നടക്കുന്ന ഒരു സംഭവം. ഒരു നിയോൺ ലൈറ്റ് ഷോ ആണിത്. ഇത് നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു പ്രത്യേക ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ നേരെ കയറിയത് ഫിലിമി ദുനിയയ്ക്കാണ്.
ഫിലിമി ദുനിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലൂടെ ഒന്നും മനസ്സിലാവില്ല. കാരണം നമ്മളത് അനുഭവിച്ചറിയേണ്ട ഒരു തരം ഒരു അനുഭൂതിയാണ്. കാരണം നമ്മളൊരു ട്രെയിനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് സ്റ്റിൽ മോഡൽസും വർക്കിംഗ് മോഡൽസും ഒക്കെ. അതൊരു വെറും മോഡലിൽ മാത്രമല്ല, ചിലതിനൊക്കെ നമുക്ക് ജീവനുള്ള പോലെ തോന്നും. അത്രയും മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്ത, മനോഹരം എന്ന് പറഞ്ഞാലും മതിയാവില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട്. ചിലതൊക്കെ ഒരു തീം ബേസ്ഡ് ആയിരുന്നു ഓരോന്നും. നമുക്ക് ഇങ്ങനെ അറബിക് കഥകളും പിന്നെ പഴയ മൂവി ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം, ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ, അങ്ങനെ പിന്നെ പലതരത്തിലുള്ള വെസ്റ്റേൺ കൾച്ചറിലുള്ള സംഭവങ്ങൾ, ക്രിസ്ത്യാനിറ്റിയുടെ ഓരോ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക തീം ഇങ്ങനെ തെളിഞ്ഞു വരും. ഓരോ ലൈറ്റിങ്, അവിടുത്തെ ലൈറ്റിങ്, പിന്നെ ആ മ്യൂസിക് എല്ലാം നമ്മൾ ആ ടൈമിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ഫിലിം സിറ്റിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഷോസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫിലിമി ദുനിയയാണ്. ഇവിടെ കുറച്ച് ക്യൂ ടൈം ഒക്കെ വരാറുണ്ട്. നമ്മൾ കുറച്ചു നേരം ക്യൂ ഒക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. പക്ഷേ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. ഇവിടെ നമ്മൾ 1500 രൂപയുടെ ആ ടിക്കറ്റ് എടുത്താൽ അതിൽ ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം. രാവിലെ ഒരു 9 മണി തൊട്ട് വൈകുന്നേരത്തെ ക്ലോസിംഗ് സെറമണിയും കഴിഞ്ഞ് പിന്നെയും ഒരു 3-4 ഷോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 7 മണിയോടുകൂടി നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അതെല്ലാം ഈ ഒരു ഒറ്റ ടിക്കറ്റിനുള്ളിലാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഫിലിമി ദുനിയ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്പേസ് യാത്രയ്ക്കാണ് വന്നത്. സ്പേസ് യാത്ര നമുക്ക് അത്ര രസകരമായിരുന്നില്ല. കാരണം അതിനുള്ളിൽ ഭയങ്കര ഇരുട്ടും കുറച്ച് സംഭവങ്ങളും കാരണം. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ രാവിലെ കണ്ടില്ലേ വൈൽഡ് വെസ്റ്റിന്റെ ഷോ. അതിന്റെ ഒരു വലിയ 20 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ഷോ ആണിത്. ഫിലിമിലെ ഫൈറ്റൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ കാണിക്കുന്ന ഒരു സീന്. ഇതില് ഗർഭിണികളും ചെറിയ കുട്ടികളൊന്നും കയറരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് കയറിയ ഒരു ഷോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിനി സർക്കസ് ആയിരുന്നു. പിന്നെ ക്ലോസിംഗ് സെറമണി കാണാനുള്ള ഒരു ആരോഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അതിനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോഴേക്കും നടന്ന് ക്ഷീണിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫിലിം സിറ്റിയിലെ വ്ലോഗ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സ്ഥലത്തെ മനോഹരമായൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.